സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടെ അതിക്രമത്തിനിരയായത് 15,000-ലേറെ കുട്ടികളാണ്. 1690 കുട്ടികൾ ലൈംഗിക അതിക്രമത്തിനിരയായപ്പോൾ ഈ വർഷം ഒക്ടോബർ വരെ 15 കുട്ടികൾ കൊല്ലപ്പെട്ടു. പാലക്കാട് 6 വയസ്സുകാരൻ സുഹാന്റെ മരണവും കഴക്കൂട്ടത്ത് 4 വയസ്സുകാരൻ ഗിൽദറിന്റെ കൊലപാതകവും വേദനയാകുമ്പോഴാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത്. ജനം ബ്രേക്കിംഗ്. വീണ ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. വീണ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ബ്രേക്കിംഗ് ന്യൂസ് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഒരു ഭാഗത്ത് നമ്പർ 1 കേരളം എന്ന വലിയ തള്ളു നടക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് കൊച്ചു കുട്ടികൾക്കെതിരെ വരെ വലിയ തോതിൽ അതിക്രമങ്ങൾ നടക്കുന്നുവെന്ന് പറയുന്നത്. അതായത് 3 വർഷത്തിനിടയിൽ 15,000-ഓളം കുട്ടികൾ പല രീതിയിലുള്ള അക്രമങ്ങൾക്ക് ഇരയാകപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല. അത് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് വീണ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സുരക്ഷയുടെ കാര്യത്തിലും വികസനത്തിന്റെ കാര്യത്തിലും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളടക്കം മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ് സർക്കാർ പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ കുട്ടികൾക്ക് പോലും സുരക്ഷിതരല്ല സംസ്ഥാനത്ത് എന്നുള്ളതിന്റെ വ്യക്തമായ കണക്കുകളാണ് കേരള പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ആ കണക്കുകൾ പ്രകാരമാണ് ജനം TV ഈ ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായി നമ്മൾ കാണേണ്ട സംഭവമാണ് 2023 മുതൽ 2025 വരെ 15,780 കുട്ടികൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഇത് 3 വർഷത്തെ കണക്കാണ്. ആ കണക്കിൽ നമ്മൾ മറ്റൊരു കാര്യം ആശങ്കാജനകമായിട്ടുള്ളത്, ഈ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ, അതായത് 2025 ജനുവരി മുതൽ ഈ ഒക്ടോബർ വരെ, അതായത് 11 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അക്രമം കുറയുന്നില്ല, കുട്ടികൾ അതിക്രമത്തിന് ഇരയാകുന്നു എന്നുള്ളതാണ്. പല സാഹചര്യങ്ങളിലായി 15 കുട്ടികളാണ് കൊല ചെയ്യപ്പെട്ടത്. മാത്രമല്ല കുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നു. ഈ 11 മാസ കാലയളവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് നേരെ നടന്ന തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, ലൈംഗിക അതിക്രമം, അതുപോലെ തന്നെ ശാരീരിക പീഡനം, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് 11 മാസ കാലയളവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 4,721 കേസുകളാണ്. ഇത് ഗൗരവമുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഏത് തരത്തിലാണ് ഈ കുട്ടികൾ സുരക്ഷിതരെന്നുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന് പറയാൻ കഴിയുന്നത്? ആരോഗ്യമന്ത്രി തന്നെയാണ് ശിശു വകുപ്പിന്റെ, അതായത് ശിശു സംരക്ഷണത്തിന്റെയും ക്ഷേമത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും അതിന്റെ ചുമതലയുള്ളതും. അതിലൊക്കെ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. മാത്രമല്ല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ 111 കുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയത്. അത് മാത്രമല്ല 1,690 കുട്ടികളാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. മറ്റു കുറ്റകൃത്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് വീട്ടിലും സുരക്ഷിതരല്ലാത്ത കുട്ടികളുണ്ട്, രണ്ടാനച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ പീഡനത്തിന് ഇരയാകുന്ന കുട്ടികളുണ്ട്, സ്കൂളിലടക്കം അതിക്രമത്തിന് ഇരയാകുന്ന കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മറ്റ് അതിക്രമങ്ങൾ പോലും ആ വിഭാഗത്തിൽപ്പെട്ട അതിക്രമങ്ങളിലും വർദ്ധിക്കുന്നു എന്നതിന്റെ കണക്കുകൾ കൂടിയുണ്ട്. അത്തരത്തിലുള്ള അതിക്രമങ്ങളിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് 2,899 കേസുകളാണ്. ഇത്തരത്തിൽ കേരളത്തിൽ യാതൊരു വിധത്തിൽ കുരുന്നുകൾ സുരക്ഷിതരല്ല എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് ജനം TV പുറത്തുവിടുന്നത്. കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് നടപടികൾ നടത്തുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട്. ബോധവൽക്കരണങ്ങൾ നടക്കുന്നില്ല, അത്തരത്തിലുള്ള പരിപാടികൾ കൃത്യമായി നടക്കുന്നില്ല. കുട്ടികൾ ഈ ചെറിയ കുട്ടികളാണ്, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ പരിമിതികളുണ്ട്. എന്നാൽ സാമൂഹ്യ തലത്തിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനും കുട്ടികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും ഭാവിയുടെ വാഗ്ദാനങ്ങളായ അവരെ നിലനിർത്തി പോകേണ്ടതും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ടതും പൊതുസമൂഹത്തിന്റെ ചുമതലയാണത്, സർക്കാരിന്റെ ചുമതലയാണ്. അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഗൗതം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് ഇപ്പോൾ നടന്ന സംഭവമുണ്ട്, അതിന് തൊട്ടു പിന്നാലെ പാലക്കാട്ടെ സംഭവമുണ്ട്, സുഖാന്റെ അടക്കം സംഭവമുണ്ട്, കഴക്കൂട്ടത്ത് 4 വയസ്സുകാരന്റെ മരണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരാഴ്ചയിൽ പരിശോധിക്കുകയാണെങ്കിൽ 3-4 ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സംഭവങ്ങളും വീടുകൾക്കുള്ളിൽ പോലും കുരുന്നുകൾ സുരക്ഷിതരല്ല എന്നുള്ള ഭയാനകമായിട്ടുള്ള കണക്കുകളാണ് ലഭിക്കുന്നത് ഗൗതം. ഓക്കെ എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്നതും ദൗർഭാഗ്യകരവുമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. 2023 മുതൽ 2025 വരെ, അതായത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് 15,000-ലധികം കുട്ടികൾ വിവിധ സ്വഭാവത്തിലുള്ള അക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ 1,600-ഓളം എണ്ണം ലൈംഗിക അതിക്രമങ്ങൾക്കാണ് ഈ കൊച്ചുകുട്ടികൾ വിധേയമാക്കപ്പെട്ടിരിക്കുന്നത്. അതിലും ഞെട്ടിപ്പിക്കുന്ന ഒന്ന്, കഴിഞ്ഞ ഏതാണ്ട് 10 മാസത്തിനകത്ത് 15 കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിരിക്കുകയാണ് ദുരൂഹ സാഹചര്യത്തിൽ. അപ്പോൾ ഇത് വളരെ വിശാലമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ബ്രേക്കിങ്ങുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്നും MS വീണയാണ്.